ഹായ് ഫ്രണ്ട്സ്, ദേവര കണ്ടു. കാണുന്നതിന് മുമ്പ് കുറച്ചധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഭയങ്കര ഹൈപ്പുള്ള പടമാണ്, ആ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു സിനിമയാണോ എന്നുള്ളത്. രണ്ട്, അനിരുദ്ധിന്റെ മ്യൂസിക് വളരെ നന്നായി വന്നിട്ട് 3-4 പാട്ടുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെയായിരുന്നു. പക്ഷേ BGM അത്രമാത്രം വർക്കാവുന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ തെലുഗു ഇൻഡസ്ട്രി എന്നുള്ള ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ പ്രഭാസാണ്. ജൂനിയർ NTRന് ആ ഒരു ലെഗസി പിന്തുടരാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം കൂടി. എന്തായാലും ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായത്തിലേക്ക് കടക്കാം. ഫിലിം ഹൈപ്പിനനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രക്ക് അങ്ങോട്ടേക്ക് തോന്നിയില്ല. കാരണം തെലുഗു ഇൻഡസ്ട്രിയിലെ ഫിലിം നമ്മൾ നോക്കുമ്പോൾ ബാഹുബലി 1 ആയാലും 2 ആയാലും സലാർ, RRR അങ്ങനെ ഏത് ഫിലിം എടുത്തു നോക്കിയാലും നമുക്കൊരു വാവ് ഫാക്ടർ അവിടുന്ന് തിയേറ്ററിൽ കിട്ടാറുണ്ട്. പക്ഷെ ഇതില് അത്രക്കൊരു വാവ് ഫാക്ടർ കിട്ടുമെന്ന് ചോദിച്ചാൽ അതില്ല. എനിക്കും ഏകദേശം സെയിം ഒപ്പീനിയനാണ് ഉള്ളത്. ഈ പറഞ്ഞ ബാഹുബലി 1 and 2, RRR, സലാർ, പിന്നെ വിട്ടുപോയൊരു പടനും കൂടി ഞാൻ പറയാം, കൽക്കി. തെലുഗു ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ പടങ്ങൾ ഇന്ത്യൻ സിനിമകളിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദേവര ആ ലെവൽ എത്തിയില്ല. ഓക്കെ, അത് പോട്ടെ. ഇനിയിപ്പോൾ ഒരു നോർമൽ കൊമേഴ്സ്യൽ പടത്തിന്റെ ആ ഒരു റേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയെ കാണുന്നത് ഒരു മാസ് കൊമേഴ്സ്യൽ എന്റർടൈനർ ആയിട്ടാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സിനിമകളിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഹീറോയുടെ മാസ് സീൻ. ഇതിൽ അങ്ങനെയുള്ള സീനുകൾ വളരെ കുറവാണ്, എലിവേഷൻ സീൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന ആ ഒരു ജോണർ ഏത് ജോണറിൽ പെടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു ആക്ഷൻ ഡ്രാമയാണ്, മാസ് എന്റർടൈനർ അല്ല. അതുമാത്രമല്ല, മാസ് ഫിലിമില് BGM കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജയിലറിന്റെ അകത്ത് അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതില് രജനീകാന്തിനായാലും മോഹൻലാലിനായാലും ഏത് സന്ദർഭത്തിനായാലും കൊടുക്കുന്ന BGM ആ ഒരു ഫിലിമിനെ എത്രമാത്രം എലവേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ആവറേജ് ഫിലിമിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയത് അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഒരു ഇമ്പാക്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഇതിൽ നമ്മൾ ഫിയർ സോങ് എന്നുള്ളൊരു സോങ് ഉണ്ട്, ആദ്യം റിലീസ് ചെയ്ത സോങ്. നല്ല ഇമ്പാക്ട് ഉണ്ടായ ഒരു സോങ് ആയിരുന്നു. അതിൽ കൊടുക്കുന്ന BGM, ആ സോങ്ങിന്റെ ഇടക്കിടക്ക് ആ BGM വരുന്നുണ്ട്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ വിചാരിച്ചത് തുടക്കം മുതൽ ജൂനിയർ NTRന് ആ ഒരു BGM കൊടുക്കുമെന്നാണ്. പക്ഷെ ആ BGM ഫിലിമിൽ വരുന്നത് ക്ലൈമാക്സിൽ മാത്രമാണ്, ആ പീക്കിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ BGM ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കൂല. പക്ഷെ അത്രയും നല്ലൊരു BGM തുടക്കം മുതൽ കൊടുക്കാൻ വേണ്ടിയുള്ള സീനുകളും പടത്തിലില്ല. അതിന് അനിരുദ്ധിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മ്യൂസിക് അതിഗംഭീരാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 4 സോങ്ങുകൾ ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു. 4 സോങ്ങും ഗംഭീരാണ്. പക്ഷെ ഇതിൽ ഏറ്റവും നിരാശപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ദാവൂദി എന്നുള്ളൊരു സോങ് ഉണ്ട്. ഞാനത് 5 ഭാഷകളിലും കേട്ടതാണ്. വളരെ മികച്ചൊരു സോങ്, അതിഗംഭീര കൊറിയോഗ്രാഫി. പ്രത്യേകിച്ചും ജൂനിയർ NTRന്റെ മുമ്പിൽ ജാൻവി കപൂർ പാടുപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു സോങ് തിയേറ്റർ നല്ല ഓളം ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സോങ് ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം ഇതിന്റെ മേക്കേഴ്സ് എടുത്തതെന്ന്. മറ്റൊരു കാര്യം, പെർഫോമൻസ്. ജൂനിയർ NTR വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാം വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. കോമഡി സീൻസും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓറ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് കുറവായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രഭാസിനെയാണ്. ഇപ്പൊ സലാറിനെ കുറിച്ച് ചിലർക്ക് വളരെ മോശം അഭിപ്രായമുണ്ട്, ചിലർക്ക് നല്ല അഭിപ്രായമുണ്ട്. ഞാനൊക്കെ നല്ല അഭിപ്രായമുള്ള കൂട്ടത്തിലാണ്. അതില് പിന്നെ അതിന്റെ ഫസ്റ്റ് പ്രോമോ വന്നേരം തന്നെ വിശേഷിപ്പിച്ചത് ദിനോസർ എന്നാണ്. കാട്ടിൽ പുലിയുണ്ട്, സിംഹമുണ്ട്, ആനയുണ്ട്, പക്ഷെ ദിനോസറാണ് മികച്ചത് എന്നുള്ള രീതിയിലായിരുന്നു പ്രഭാസിന്റെ കഥാപാത്രത്തെ വിശേഷിപ്പിച്ചത്. പ്രഭാസിന്റെ അത്ര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ തെലുഗു ഇൻഡസ്ട്രിയിൽ എന്നല്ല, ഇപ്പോ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അങ്ങനെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ജൂനിയർ NTRന് ഒരു മാസ് ഓറ അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സെയ്ഫ് അലി ഖാനാണ് ഇതിൽ വില്ലൻ വേഷം ചെയ്തത് നമ്മൾ കണ്ടു. സെയ്ഫ് അലി ഖാന്റെ ഫസ്റ്റ് തെലുഗു മൂവിയാണ് ഇത്. അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓംകാര എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. ആ ഫിലിമിലും അദ്ദേഹം ഈ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് വലിയൊരു എഫക്റ്റ് നമുക്ക് തോന്നുന്നില്ല. അതായത് സെയ്ഫ് അലി ഖാന്റെ ഈ സിനിമയിലെ കഥാപാത്രം ഓംകാരയിലെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, അത്രയേ ഉള്ളൂ. അതായത് ആ ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോൾ ബോളിവുഡിലെ കുറേ നടന്മാർ
സൗത്തിൽ വന്ന് വില്ലൻ വേഷം ചെയ്യുന്നത്. ഇത് തുടങ്ങി വെച്ചത് കുറച്ചു കാലം മുമ്പ് അക്ഷയ് കുമാറാണ്. അദ്ദേഹം 2.0 വന്നു രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് വില്ലനായി. പക്ഷെ അത് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള റോളായിരുന്നു. രജനീകാന്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നായകതുല്യ കഥാപാത്രമാണ്. അത് കഴിഞ്ഞ് സഞ്ജയ് ദത്ത് വന്നു, KGF ചെയ്തു, ലിയോയിൽ ചെയ്തു, ഡബിൾ ഐ സ്മാർട്ടിൽ ചെയ്തു, പിന്നെ ഇപ്പൊ ബോബി ഡിയോൾ കങ്കുവയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം അവരുടെ സൗത്ത് ഇന്ത്യൻ റീച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ. സെയ്ഫ് അലി ഖാന്റെ ഡെബ്യൂ പോലെ തന്നെ തെലുഗുവിൽ ഡെബ്യൂ ചെയ്തിരിക്കുകയാണ് ജാൻവി കപൂർ. പക്ഷെ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ജാൻവി കപൂറുള്ള ആ കുറച്ച് മിനിറ്റുകൾ നമ്മൾ വേണമെങ്കിൽ ട്രിം ചെയ്ത് മാറ്റിയാലും സിനിമക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. ഈ 2.25 മണിക്കൂറുള്ള സിനിമ 2 മണിക്കൂർ 20 മിനിറ്റൊക്കെ ആക്കി ചുരുക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് ഒന്ന് ടൈറ്റ് ആവുമായിരുന്നു. ജാൻവി കപൂർ വരുന്ന സീനുകളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്, സീനുകൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവശ്യം ഈ സിനിമയിലില്ല. പക്ഷെ ജാൻവി കപൂറുള്ള ഭാഗം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അതിലെ കോമഡി എല്ലാം എനിക്ക് കുറച്ച് വർക്കായിട്ടുണ്ടായി. അത് തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണാനുണ്ടായിരുന്നു, അത്യാവശ്യം ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി അധികം അങ്ങോട്ട് വർക്കായില്ല. ബാക്കിയുള്ള നടന്മാർ, പ്രകാശ് രാജ് മെയിൻലി നറേറ്റർ ആയിട്ടാണുള്ളത്, അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് ഉണ്ട്, കലയരസൻ ഉണ്ട്, പിന്നെ 3 മലയാളി നടന്മാരുണ്ട്, ഷൈൻ ടോം ചാക്കോ, സുദേവ് നായർ, നരേൻ. അങ്ങനെ ഗംഭീര റോളൊന്നും അല്ലെങ്കിലും അവർ മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന് വിഷ്വല് വളരെ മനോഹരമായി അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് രാത്രികാലത്തെ ആയാലും പകലത്തെ ആയാലും. രാത്രികാലത്ത് നിലാവിന്റെ വെളിച്ചവും അപ്പോൾ കടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആൾക്കാരെ മുഖമൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ ഒരു നിലാവുള്ള രാത്രി നമുക്ക് പ്രതീതമാകുന്നത് അതുപോലെ തന്നെ ഉണ്ട്. പകലായാലും പകല് നല്ല കാടും മലയും കുന്നും ഒക്കെ നല്ല വൃത്തിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ എനിക്ക് വളരെയധികം നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും ഡയറക്ടറെ കുറിച്ച് പറയാൻ വിട്ടുപോയല്ലോ. കൊരട്ടാല ശിവയാണ് ഡയറക്ടർ. അദ്ദേഹം മുമ്പ് വളരെ മികച്ച പടങ്ങൾ ചെയ്ത ഡയറക്ടറാണ്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടത് ജനതാ ഗാരേജ്, ജൂനിയർ NTR മോഹൻലാൽ അഭിനയിച്ചത്. പിന്നെ മഹേഷ് ബാബുവിനെ വെച്ച് ഭാരതാനനും ശ്രീമന്തുడు 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രഭാസിനെ വെച്ച് മിർച്ചി ചെയ്തിട്ടുണ്ട്. മികച്ച ഡയറക്ടറാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം ആചാര്യ, ലാസ്റ്റ് ഡയറക്ട് ചെയ്ത പടം. ചിരഞ്ജീവിയും എക്സ്റ്റൻഡ് കാമിയോ റോളിൽ രാംശരനും എത്തിയ പടം. ഞാൻ റേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആചാര്യക്ക് മുകളിലായിരിക്കും ദേവര വരിക. പക്ഷെ ബാക്കിയുള്ള സിനിമകളുടെ റേഞ്ചിലേക്ക് ദേവര എത്തുന്നില്ല. ഇനി റേറ്റിംഗിലേക്ക് വരാം. ഞാൻ കൊടുക്കുന്നത് 3.25 ഔട്ട് ഓഫ് 5. ഞാൻ 3 ഔട്ട് ഓഫ് 5. ഓക്കെ. എനിക്ക് തോന്നുന്നത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഈ സിനിമ നല്ല രീതിയിൽ വർക്കാവും. പക്ഷെ ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ കർണാടക, കേരള, തമിഴ്നാട് അത്രയധികം വർക്കാവില്ല. ഹിന്ദി ബെൽറ്റിൽ തീരെ വർക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.